എൻ്റെ അനുവാചകർക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിൽ പറയുന്ന സ്ഥലങ്ങളും നാമങ്ങളും ഒക്കെ സത്യം തന്നെയാണോ എന്ന് പലരുടെയും മനസ്സിൽ സംശയങ്ങൾ ഉളവാകുക സാധാരണമാണ്. ഞാൻ ചില നാളുകളായി നടത്തി വരുന്ന ചരിത്രവും ബൈബിളും എന്ന പരമ്പരയുടെ 13ാമത്തെ എപ്പിസോഡാണ് നടക്കുന്നത്. ബൈബിൾ പറയുന്ന ഇസ്രായേലികളുടെ പൂർവ്വപിതാവായ അബ്രഹാം ജനിച്ച ഊർ നഗരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ക്ലാസ് എടുത്തിരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് അബ്രഹാം ദൈവവിളി കേട്ട് ഊരിൽ നിന്ന് യാത്ര തിരിച്ച് വന്ന് താമസിച്ച പ്രധാനപ്പെട്ട അന്നത്തെ സ്ഥലങ്ങളിൽ ഒന്നായിരുന്ന ഹാരാൻ നഗരത്തെക്കുറിച്ചും അതുപോലെ ബൈബിൾ പഠനത്തിൽ വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട നഗരങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഞാൻ അബ്രഹാമിൻ്റെ യാത്രയിൽ വളരെ പ്രാധാന്യമർഹിച്ച് കുറേ നാളുകൾ അദ്ദേഹം തമ്പടിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഹാരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹാരാനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ആദ്യമായിട്ട് സംവദിക്കുന്നത്. ഊർ നഗരത്തിൽ നിന്ന് 600 മൈൽ അഥവാ 960 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്തിരുന്ന നഗരമാണിത്. എന്ന് പറഞ്ഞ് ഞാനിതൊക്കെ പറയുന്നത് ബൈബിൾ കെട്ടുകഥയല്ല എന്ന് കേൾവിക്കാർ ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ബൈബിളിൽ ഏതൊക്കെയോ കുറേ സ്ഥലനാമങ്ങൾ പൂമ്പാറ്റയിലും അതുപോലെ കളിക്കുടുക്കയിലുമൊക്കെ പറയുന്ന സാങ്കല്പിക കഥകൾ പോലെയുള്ള കുറേ കഥ പുരുഷന്മാരും അതുപോലെ സ്ഥലങ്ങളും എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കെട്ടിച്ചമച്ച കഥാരൂപത്തിലുള്ള പുസ്തകമല്ല വിശുദ്ധ ബൈബിളും അതിൻ്റെ പ്രമേയവും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഊർ നഗരത്തിൽ നിന്ന് 600 മൈൽ അഥവാ 960 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്തിരുന്ന നഗരമാണ് ഈ പറയുന്ന ഹാരാൻ എന്ന് പറയുന്ന പട്ടണം. പുരാതന ഹാരാൻ നഗരം ഉത്തര മെസപ്പൊത്തോമിയയിലെ പ്രധാന നഗരമായിരുന്നു. തുർക്കിയിലെ സൻലി ഉൽഫായിൽ നിന്ന് 44 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ആധുനിക ഹാരാൻ നഗരത്തിൽ പുതിയ പുരാതന ഹാരാന്റെ ഭാഗങ്ങൾ കാണാം. അതായത് സൻലി ഉൽഫ പ്രവിശ്യയിലെ തെക്ക് കിഴക്കൻ അനോട്ടോളിയയിൽ ഭാഗത്ത് ഹാരാൻ ജില്ലയിലാണ് ഈ പഴയ ഹാരാൻ നഗരത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടെൽ ഹാരാൻ എന്ന പുരാതന പട്ടണം യൂഫ്രട്ടീസ് അഥവാ ഫ്രാത്ത് നദിയുടെ പ്രധാന പോഷക നദിയായ ബിൽക്കിനാൽ ജലസമൃദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ സമ്പുഷ്ടമാക്കപ്പെട്ടതും അതുപോലെ ഫലഭൂഷ്ടവുമായ ഹാരാൻ സമതലത്തിൽ സ്ഥിതി ചെയ്തിരുന്നതാണ്. 2.5 മൈലുകൾ അഥവാ 4 കിലോമീറ്റർ നീളമുള്ള മതിലുകളാൽ ഈ നഗരം ചുറ്റപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായ ഒരു നഗരമായിരുന്നു ഹാരാൻ എന്ന് പറയുന്ന ഈ നഗരം. മാത്രമല്ല അത് മതിലുകളാൽ ചുറ്റപ്പെട്ട് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ അതിരുകൾ വ്യക്തമായി നിശ്ചയിച്ചിരുന്നതുമായ പുരാതന നഗരമായിരുന്നു ഹാരാൻ എന്ന് പറയുന്നത്. ഞാൻ മറ്റു ചില നഗരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ മതിലുകളാൽ ചുറ്റപ്പെട്ട കാര്യം, അതായത് ഊർ നഗരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു നഗരത്തിലാണ് അബ്രഹാം എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവവിളി കേട്ട് സഞ്ചരിച്ചു വന്ന ആ വഴിത്താരിയിൽ അദ്ദേഹം കുറെ കാലങ്ങൾ താമസിച്ചത്. അപ്പോൾ ഈ പറയുന്ന പഴയ ഹാരാൻ നഗരത്തിന് 6 കവാടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആകപ്പാടെ ശേഷിക്കുന്നത് അലിപ്പോ കവാടം അല്ലെങ്കിൽ അലിപ്പോ ഗേറ്റ് എന്നറിയപ്പെടുന്ന പശ്ചിമ കവാടം മാത്രം. ബാക്കിയെല്ലാം നാമാവശേഷമായി. ഇനിയും അവിടെ അന്ന് സ്ഥിതി ചെയ്തിരുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ തുടർന്ന് പറയുന്നത്. BC 3ാം സഹസ്രാബ്ദത്തിന്റെ അവസാനത്തോടെ പണിത ചെളികൾ കൊണ്ട് ഉണ്ടാക്കിയ ഇഷ്ടികകളാൽ നിർമ്മിച്ച ഒരു വലിയ കെട്ടിടം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചന്ദ്രദേവനായ സിന്റെ ക്ഷേത്രത്തിന്റെ പൂർവഗാമി ആണെന്നാണ് കരുതുന്നത്. എന്ന് പറഞ്ഞാൽ സിത്തിന്റെ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന, സിന്നിന്റെ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന
ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു. ഇനിയും ബാബിലോൺ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതാണ് നെബോഡിനസ് എന്ന് പറയുന്നത്. ആ നെബോഡിനസ് ഭരിച്ചിരുന്നത് BC 556 മുതൽ BC 538 വരെയാണ്. അപ്പോൾ അങ്ങനെ നെബോഡിനസ് എന്ന് പറയുന്ന ആ ചക്രവർത്തി സിന്നിന്റെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അദ്ദേഹത്തിന്റെ മാതാവ് ആ ക്ഷേത്രത്തിലെ ഒരു പുരോഹിതയുമായിരുന്നു എന്നാണ് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഹാരാൻ നഗരത്തെ ഭരിച്ചിരുന്നത് ഈ പറയുന്ന ബാബിലോൺ ചക്രവർത്തിമാരായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നീടുള്ള വർഷങ്ങളിൽ. ഈ ഹാരാൻ നഗരത്തിൽ അല്ലെങ്കിൽ പുരാതന ഹാരാനിൽ അവിടെ ഉത്ഖനനം നടന്നിട്ടുണ്ട്. 1951 മുതൽ 53 വരെയും 1956, 1959 എന്നീ വർഷങ്ങളിൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്റ്റോംറൈസ് എന്ന ആർക്കിയോളജിസ്റ്റാണ് ഉത്ഖനനം നടത്തിയത്. 1983 മുതൽ നുറേറ്റിയൻ യാഡിമിക് ആണ് ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോംറൈസിന് ശേഷം ഗവേഷണം വീണ്ടും നടത്തുവാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രണ്ടാം ഘട്ടത്തിലെ ആ ഉത്ഖനനത്തിന് വേണ്ടി നിയോഗിതനായത് നുറേറ്റിൻ യാഡിമിക് എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റാണ്. ഇനി ഹാരാനെ കുറിച്ചുള്ള അതിപുരാതന രേഖ ഉദ്ദേശം BC 2300 എൽബ ടാബ്ലറ്റ്സിനാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ കളിമൺ ഫലകങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ഈ ടാബ്ലറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അക്കേഡിയൻ വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഷ അക്കേഡിയൻ ആയിരുന്നു എന്ന് ഞാനൊരു ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിച്ചതാണ്. അപ്പോൾ അക്കേഡിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ജനതയുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പേരുമില്ല. അതുപോലെ അവർ ഭൂവിഭാഗങ്ങളിൽ ഒരു സ്ഥലത്തും പാർക്കുന്നുമില്ല. അവര് കാലഹരണപ്പെട്ടു പോയ ഒരു വിഭാഗമാണ്. അപ്പോൾ അക്കേഡിയൻ വിഭാഗക്കാർ ഹാരാനും എന്ന് ആണ് ഈ സ്ഥലത്തെ വിളിച്ചിരുന്നത്. അതായത് അവർ പറയുന്ന ആ ഹാരാനും എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം വഴി എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുവാൻ കഴിയുന്ന ഒരു ജംഗ്ഷൻ ആയിരുന്ന സ്ഥലമായിരുന്നു ഈ പറയുന്ന ഹാരാൻ നഗരം എന്ന് പറയുന്നത്. പഴയ കാലത്തെ ഹാരാൻ നഗരത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാർക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ജംഗ്ഷൻ ആയിരുന്ന സ്ഥലമാണ്. ഇനി ഞാൻ ഹാരാന്റെ അല്പം ചരിത്രം കൂടെ പറയുകയാണ്. ഹാരാൻ നഗരം BC 6ാം സഹസ്രാബ്ദത്തിലെ ഒരു പ്രമുഖ വാണിജ്യ, സാംസ്കാരിക, സാങ്കേതിക മതകേന്ദ്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ നിലയിലും ഉള്ള പ്രാധാന്യമുണ്ടായിരുന്ന, അത് വ്യാപാരത്തിന് മാത്രമല്ല, അതുപോലെ സാങ്കേതിക സംവിധാനത്തിന് മാത്രമല്ല, മത ആരാധനാ സംവിധാനങ്ങൾക്ക് മാത്രമല്ല, സാംസ്കാരിക സംവിധാനങ്ങൾക്കുമൊക്കെ വളരെ പുകൾപ്പറ്റ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഒരു നഗരമായിരുന്നു ഈ ഹാരാൻ എന്ന് പറയുന്നത്. ക്രിസ്താബ്ദത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഈ നഗരം ഹെലിനോപോലിസ് എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചരിത്ര പഠിതാക്കൾക്ക് ഈ പേരും ഹെലിനോപോലിസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലനാമവും ഓർമ്മയുണ്ടാകാം എന്നാണ് എൻ്റെ വിചാരം. എബ്രായ ഭാഷയിൽ ഹാരാൻ എന്നതിൻ്റെ അർത്ഥം വരണ്ടത് എന്നാണ്, പാർച്ച്ഡ് എന്ന് പറയുന്ന. അപ്പോൾ എബ്രായ ഭാഷ പല ഭാഷകൾ കൊടുത്തിരിക്കുന്ന അർത്ഥം ഞാൻ പറഞ്ഞു. അപ്പോൾ ഹാരാനും എന്ന് പറയുന്ന ഒരു വിളിപ്പേര്, അത് അക്കേഡിയൻസ്, അതിൻ്റെ അർത്ഥം വഴി എന്നാണ്. അപ്പോൾ എബ്രായ ഭാഷയിൽ ഹാരാൻ എന്ന ആ സ്ഥലനാമത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വരണ്ടതെന്നാണ്. തടി ഉപയോഗിക്കാതെ നിർമ്മിക്കുന്ന പരമ്പരാഗത ബീഹീവ് അബോർഡ് ഹൗസസ്, അല്ലെങ്കിൽ തേനീച്ചക്കൂട് പോലെ വെയിലത്ത് വെച്ചുണക്കിയ ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ, അതിന് വളരെ പ്രസിദ്ധമായിരുന്നു ഹാരാൻ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരേ ടൈപ്പിലുള്ള, അപ്പോൾ തേനീച്ചക്കൂടുകൾ പോലെ ഇരിക്കുന്ന വീടുകൾക്ക് വളരെ പ്രസിദ്ധിയാർജിച്ച പുരാതന പട്ടണമായിരുന്നു ഹാരാൻ എന്ന് പറയുന്നത്. ആ പ്രവിശ്യയിലെ കാലാവസ്ഥയുടെ പ്രത്യേക നിമിത്തം അകത്ത് തണുപ്പ് നിൽക്കുന്ന രീതിയിലാണ് ഈ വീടുകൾ ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേനീച്ചക്കൂടുകൾ പോലെയുള്ള വീടുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥലത്തുള്ള ആ കാലാവസ്ഥ അനുസരിച്ച് ഈ വീടുകൾക്ക് അകത്ത്
തണുപ്പ് നിലനിൽക്കണം, അതിനുള്ള ക്രമീകരണത്തിലാണ് ഇങ്ങനെയുള്ള ഡിസൈൻ വീടുകൾക്ക് കൊടുത്തിരുന്നത്. ഏതാണ്ട് 3000 വർഷത്തോളം ഈ രീതിയിലുള്ള വീടുകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ചരിത്ര ഗവേഷകരും ഭൂഗർഭശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് 3000 വർഷങ്ങളോളം ഇങ്ങനെയുള്ള ഈ തേനീച്ചക്കൂടുകൾ പോലെയുള്ള ഈ വീടുകൾ ഹാരാൻ പട്ടണത്തിലെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ആ സ്ഥലത്തെ കാലാവസ്ഥ അനുസരിച്ചുള്ള സംവിധാനമാണ്. വീടിന്റെ അകത്ത് തണുപ്പുണ്ടാകണം. ഇപ്പോൾ AC ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് വൈദ്യുതി വെച്ച് പ്രവർത്തിക്കുന്ന ഫാനുകളുണ്ട്. പഴയ കാലത്ത് അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പ് അകത്ത് നിലനിൽക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അനുസരിച്ചുള്ള ഡിസൈനുകളാണ് അവർ നൽകിയിരുന്നത്. അപ്പോൾ ഞാൻ ഹാരൻ പട്ടണത്തെ കുറിച്ച് പറഞ്ഞത്, അബ്രഹാം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പൂർവ്വപിതാവിന്റെ യാത്രയിൽ ചില വർഷങ്ങൾ അദ്ദേഹം താമസിച്ച സ്ഥലമാണ് ഹാരാൻ എന്ന് പറയുന്നത്. അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ ഹാരാനിൽ വന്നു, പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നും നിങ്ങൾ വിചാരിക്കരുത്. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ അദ്ദേഹം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ 75 വയസ്സ് പ്രായമായിരുന്നു. പക്ഷെ ഊരിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അതല്ല. ഞാൻ പറഞ്ഞല്ലോ, 600 മൈലുകൾ അല്ലെങ്കിൽ 960 കിലോമീറ്ററുകൾ ദൂരമാണ് ഈ ഊരും ഹാരാനും തമ്മിൽ. അപ്പോൾ ദീർഘ വർഷങ്ങളാണ് യാത്രയ്ക്ക് ഒരു വേള ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം അബ്രഹാം മാത്രമല്ല സഞ്ചരിച്ചു വരുന്നത്, അബ്രഹാമിന്റെ കൂടെയുള്ള ദാസീദാസന്മാരുണ്ട്, അവരുടെ ടെന്റുകളുണ്ട്, മാത്രമല്ല അവരുടെ ആടുമാടുകളുണ്ട്, മൃഗസമ്പത്തുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് യാത്ര വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ യാത്ര തിരിച്ച് ദീർഘ നാളുകൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക. ഇനിയും അടുത്ത ഒരു കാര്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. പലരും അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കി അല്ലെങ്കിൽ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത് അബ്രഹാം ഹാരാനിൽ വന്നു, അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ പോയെന്നാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം നിങ്ങൾ വിശദമായിട്ട് പഠിച്ചാൽ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ 75 വയസ്സാണ്. പക്ഷെ വിളി കേട്ട് ഇറങ്ങിയപ്പോൾ 75 വയസ്സല്ല എന്നുള്ളതാണ് നാം ഗ്രഹിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെ, അബ്രഹാം ഹാരാനിൽ നിന്ന് സമ്പാദിച്ച ആളുകളെയും ആടുമാടുകളെയും കൊണ്ടൊക്കെയാണ് ഹാരാനിൽ നിന്ന് ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ കാണിപ്പാനിക ദേശം എന്ന് ദൈവം പറഞ്ഞ അല്ലെങ്കിൽ വാഗ്ദത്ത കനാൻ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പലസ്തീനിലേക്ക് അബ്രഹാം യാത്ര പുറപ്പെടുന്നു. അപ്പോൾ ഓർക്കുക, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല, ലാൻഡ് ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, യാതൊരു സൗകര്യങ്ങളും ഇല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയുള്ള വളരെ വേഗം എത്തുന്ന സ്പീഡ് പോസ്റ്റ് സംവിധാനങ്ങളില്ല, കൊറിയറില്ല, ഇതൊന്നുമില്ല. അങ്ങനെയുള്ളപ്പോൾ അബ്രഹാമിന്റെ കൂടെ അവിടെ നിന്ന് ആൾക്കാർ യാത്ര തിരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ കുറെ ആൾക്കാർ അബ്രഹാമിന്റെ സംഘത്തിൽ ചേർന്ന് അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യണമെങ്കിൽ അത് അബ്രഹാമിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നല്ല അവിടെ താമസിച്ചിട്ടുള്ളത്. ചില വർഷങ്ങൾ അദ്ദേഹം അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം യാത്ര പുറപ്പെട്ടാണ് പോകുന്നത്. അപ്പോൾ ഹാരാൻ എന്ന് പറയുന്ന ആ സ്ഥലത്തിന് ബൈബിൾ പഠനത്തിലുള്ള പ്രാധാന്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇനിയും ഞാൻ പറഞ്ഞല്ലോ, മുഖവര പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ബൈബിൾ പഠനത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുതകൾ നൽകുന്ന 2 പ്രമുഖമായ പട്ടണങ്ങളെക്കുറിച്ചും പുരാതന പട്ടണങ്ങളെക്കുറിച്ചും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തേതാണ് ന്യൂസി എന്ന് പറയുന്ന സ്ഥലം. NUZI എന്ന് പറയുന്ന ന്യൂസി എന്ന് പറയുന്ന സ്ഥലം ടൈഗ്രീസ് അല്ലെങ്കിൽ ഹിദ്ദേക്കൽ നദിക്ക് സമീപം അറാഫ നഗരത്തിന് തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്തിരുന്ന ഒരു പുരാതന മെസപ്പൊത്തോമിയൻ നഗരമായിരുന്നു ന്യൂസി എന്ന് പറയുന്നത്. അക്കേഡിയൻ ഗസൂർ എന്ന് ആണ് അവർ ഈ സ്ഥലത്തെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥലക്കാരും പഴയ കാലത്ത് ഓരോ സ്ഥലത്തെ പല പേരിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കേഡിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്കേഡിയൻ വിഭാഗക്കാര് ഈ സ്ഥലത്തെ ഗസൂർ എന്നാണ് വിളിച്ചിരുന്നത്. ആധുനിക ഇറാഖിലെ യോർഗാൽ ടെപ്പി എന്ന് പറയുന്ന നഗരമാണ് ഇതെന്നാണ് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ന്യൂസിയെ കുറിച്ച് എന്തിനാണ് പറയുക എന്നുള്ളത് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിലെ സംഭവങ്ങൾ അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന പല കാര്യങ്ങളുടെയും പിന്നാമ്പുറ സംഭവങ്ങൾ മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമുള്ള അന്നത്തെ സാംസ്കാരിക, അതുപോലെ ആചാര സംവിധാനങ്ങൾ, നിയമങ്ങൾ, കുടുംബ സംവിധാനം, ഇതിനെയൊക്കെ കൂടി അല്ലെങ്കിൽ വിവാഹ സംവിധാനം, ഇതൊക്കെ എങ്ങനെയാണ് എന്ന് ഗ്രഹിക്കുവാൻ വളരെ അധികം
നമ്മൾക്ക് ഇൻഫർമേഷൻ നൽകുന്ന രണ്ട് സ്ഥലങ്ങളാണ് നൂസി അതുപോലെ മാരി എന്നുള്ളത്. ഞാൻ അതിൽ നൂസിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂസിയിൽ ഉത്ഖനനം നടന്നിട്ടുണ്ട്. അവിടുന്ന് ധാരാളം രേഖകൾ കണ്ടെടുത്തിയിട്ടുണ്ട്. നൂസിയിൽ ഉത്ഖനനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് ആണ് വളരെ പ്രധാനപ്പെട്ട പുരാതന രേഖകൾ. ഈ രേഖകൾ പ്രധാനമായും നിയമരേഖകളും അതുപോലെ വ്യാപാര രേഖകളുമാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. മനുഷ്യൻ ഇങ്ങനെ മിടുക്കനായി ഇങ്ങനെ വളർന്ന് മിടുക്കരായി ഏതാണ്ടൊക്കെ കണ്ടെത്തി എന്നല്ല നിങ്ങൾ അറിയേണ്ടത്. പുരാതന കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവനെ ബുദ്ധിയുള്ളവനായിട്ട്, കാര്യശേഷിയുള്ളവനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ള കഴിവുള്ളവനായിട്ടാണ് നിർമ്മിച്ചത്. അല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു പൊട്ടനായിട്ടല്ല മനുഷ്യൻ നിർമ്മിച്ചത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ ഇത് കരുതി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടായി എന്ന് പറയുന്ന അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഇന്നുവരെ തെളിയിക്കപ്പെടാത്തൊരു സിദ്ധാന്തമാണത്. അപ്പോൾ പരിണാമ സിദ്ധാന്തം, എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഇന്നുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ വെറും അസംഷനുകൾ മാത്രമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ബുദ്ധിയുള്ളവനായിട്ട്, ജ്ഞാനമുള്ളവനായിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനായിട്ടാണ്. അപ്പോൾ അല്ലാതെ ഒരു വിവരമില്ലാത്ത ഒരു മനുഷ്യനെയാണ് ദൈവം ഉണ്ടാക്കിയത് എന്ന് കേൾവിക്കാർ ചിന്തിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന നിയമ ഉടമ്പടികളുണ്ട്, അതുപോലെ മത സംവിധാനങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന വ്യക്തമായ സമാധാന കരാറുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ യുദ്ധ നിയമങ്ങൾ, ഇതൊക്കെ പഴയ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയേണ്ടത്. അല്ലാതെ മനുഷ്യൻ ബുദ്ധി കൂടി കണ്ടുപിടിച്ചു എന്നല്ല നിങ്ങൾ വിചാരിക്കേണ്ടത്. നിങ്ങൾ ചരിത്ര പഠിതാക്കളാണെങ്കിൽ നമ്മളുടെ കേരളത്തിൽ ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുള്ള പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പഴയകാല മനുഷ്യന് അറിവുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ നൂസിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള രേഖകൾ പ്രധാനമായും ഉണ്ടായിരുന്നത് നിയമരേഖകളും വ്യാപാര രേഖകളുമാണ്. ഇവ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളുടെ കൃത്യത, പ്രത്യേകിച്ച് പൂർവ്വപിതാക്കന്മാരുടെ, അല്ലെങ്കിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയ ആൾക്കാരുടെ സമയങ്ങളെ പറ്റിയും അതുപോലെ ആചാര മര്യാദകളെ പറ്റിയും ഒക്കെ ഉള്ള കാര്യത്തിൽ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് കൃത്യമായി വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പുരാവസ്തു ഗവേഷണങ്ങൾ നൂസിയിൽ 1896 നടന്നിട്ടുണ്ട്. എന്നാൽ 1925 മുതൽ 1931 വരെ നീണ്ടുനിന്ന ഭൂഗർഭ പഠനങ്ങളും ഉത്ഖനനവുമാണ് വളരെ സീരിയസ് ആയിട്ട് നടന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 1896 തമാശ ആയിരുന്നല്ല പറഞ്ഞത്. എന്നാൽ വളരെ കാര്യമായിട്ട് നൂസിയിൽ വളരെ വിശദമായിട്ട് വളരെ ഗൗരവത്തിലെടുത്ത് നടത്തിയ ഗവേഷണം അല്ലെങ്കിൽ ഉത്ഖനനം എന്ന് പറയുന്ന 1925 മുതൽ 1931 വരെയുള്ള കാലങ്ങളാണ്. ബാഗ്ദാദിലെ ചന്തയിൽ ചില കളിമൺ ഫലകങ്ങൾ അല്ലെങ്കിൽ ക്ലേ ടാബ്ലറ്റ്സ് ഗാത്രൂഡി ബൽ എന്ന മഹാൻ കണ്ടതോടെയാണ് ഈ ഉത്ഖനനം കാര്യമായി എടുത്ത് 1925 ആരംഭിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചന്തസ്ഥലത്ത് അലക്ഷ്യമായിട്ടിരിക്കുന്ന കുറെ കളിമൺ ഫലകങ്ങൾ, അത് ഒരു ഉപയോഗവുമില്ലാത്ത സ്ഥലം മെനക്കെടുത്തുന്ന കുറെ കാര്യമായിട്ടൊക്കെ ആൾക്കാർ പരിഗണിച്ചിരുന്ന ആ സമയത്താണ് വിദഗ്ധനായ ഈ മനുഷ്യൻ ഗർത്രൂഡി ബൽ എന്ന് പറഞ്ഞയാൾ ഇത് കാണുന്നത്. അപ്പോൾ അതോടുകൂടിയാണ് ഇങ്ങനത്തെ ഒരു ഗവേഷണത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത്. ഇറാഖ് മ്യൂസിയം, അമേരിക്കൻ സ്കൂൾ ഓഫ് ഓറിയന്റൽ റിസർച്ചിന്റെ ബാഗ്ദാദ് സ്കൂൾ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഫോഗ് ആർട്ട് മ്യൂസിയം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ എഡ്വേർഡ് ചിയറ, റോബർട്ട് പെയ്ഫർ, റിച്ചാർഡ് സ്റ്റാർ എന്നിവരാണ് ഉത്ഖനനത്തിന് നേതൃത്വം നൽകുകയും അതുപോലെ വളരെ വിലപ്പെട്ട വസ്തുതകൾ അവരെ കണ്ടെത്തുകയും ചെയ്തത്. ഇങ്ങനെ കണ്ടെത്തിയവയിൽ 5000 കളിമൺ ഫലകങ്ങൾ അല്ലെങ്കിൽ ക്ലേ ടാബ്ലറ്റ്സ് ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹാർവാർഡ് സെമിറ്റിക് മ്യൂസിയം, ബാഗ്ദാദിലെ ഇറാഖ് മ്യൂസിയം എന്നിവയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരാശയ പിശക് നിങ്ങൾക്ക് തോന്നാം. അതായത് 1991
ഇറാഖ് കുവൈറ്റിലേക്ക് അധിനിവേശം നടത്തിയതിന്റെ പേരിൽ അമേരിക്കയും സഖ്യകക്ഷികളോട് വന്ന് അവരെ അവിടുന്ന് ബഹിഷ്കരിക്കുവാനും വേണ്ടി നടത്തിയ യുദ്ധങ്ങളിൽ സംഭവിച്ചത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇറാഖാണ്. എന്നാൽ അന്ന് അവിടുത്തെ മ്യൂസിയങ്ങൾ പലതും അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രമുഖ യുദ്ധം നടന്നപ്പോൾ ഈ മ്യൂസിയങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയും അതുപോലെ ബ്രിട്ടനും കൂടി അവിടെ ഉണ്ടായിരുന്ന പുരാവസ്തുക്കൾ പലതും അവരവരുടെ രാജ്യങ്ങളിലേക്ക് അടുത്ത് മ്യൂസിയങ്ങളിൽ അവരെ ശേഖരിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ആദ്യം വെച്ചിരുന്നു എന്നൊക്കെ ഞാൻ ഒരു ചെറിയ വിസർഗമിട്ട് സംസാരിച്ചത്. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അവയെ സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. ഇനി ന്യൂസിയിൽ നിന്ന് 35 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ടെൽ അൽ ഫക്കാറിലെ ഗ്രീൻ പാലസ് അല്ലെങ്കിൽ ഹരിത കൊട്ടാരത്തിൽ നിന്ന് കണ്ടെടുത്ത കളിമൺ ഫലകങ്ങൾ വിശുദ്ധ ബൈബിളിൽ സംഭവങ്ങളുമായി വളരെ സാദൃശ്യം പുലർത്തുന്നവയാണ്. ഇനിയും ഞാൻ പലയാവർത്തി ഇവിടെ ഉപയോഗിച്ച ഒരു പദമുണ്ട്, ടെൽ എന്ന് പറയുന്ന ഒരു പദം. ടെൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ചെറിയ കുന്നെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പലതും കുന്നുകളുടെ ചെറിയ രൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു മണ്ണ് നിക്ഷേപം അവിടെ ഉണ്ടായി എന്ന് മാത്രമല്ല, പഴയ കാലങ്ങളിൽ ഞാനൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പഴയ കാലങ്ങളിലെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് കുന്നുകളുടെ മുകളിലായിരുന്നു. അപ്പോൾ യുദ്ധം ചെയ്യുവാനും അതുപോലെ ശത്രുക്കളെ തുരത്തുവാനും ഒക്കെയുള്ള എളുപ്പമാർഗത്തിന് വേണ്ടി പഴയ കാലത്ത് ഈ കുന്നുകളുടെ മുകളിലാണ് ജനങ്ങൾ പാർത്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പട്ടണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ടെൽ എന്ന് പറയുന്ന ഈ പദം ബൈബിളിലെ ഞാൻ ഈ പറയുന്ന പല സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴും നിങ്ങൾ ടെൽ എന്നുള്ള പദം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പലയാവർത്തി പറഞ്ഞു. അപ്പോൾ ഓർക്കണം, ടെൽ എന്ന് പറഞ്ഞ ചെറിയ കുന്ന് എന്നാണ് അർത്ഥം. ഇനിയും ഈ പറയുന്ന ഹരിത കൊട്ടാരത്തിൽ നിന്ന് ഉദ്ദേശം 800 കളിമൺ ഫലകങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വെളിച്ചം വീശുന്നത് വിശുദ്ധ ബൈബിൾ സത്യമാണെന്നുള്ളതാണ്, അല്ലാതെ കള്ളമാണെന്നോ കഥപുസ്തകമാണെന്നോ എന്നുള്ളതല്ല, ഒരു ഐതിഹ്യമാണെന്നുള്ളതല്ല. വിശുദ്ധ ബൈബിൾ സത്യമാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അതിലെ പ്രമേയം സത്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ടെത്തലുകളൊക്കെ നടക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ കള്ളമാണെന്ന് അല്ല തെളിഞ്ഞു വരുന്നത്, വിശുദ്ധ ബൈബിൾ സത്യമാണെന്നും വിശുദ്ധ ബൈബിൾ പറയുന്ന സംഭവങ്ങൾ ചരിത്ര വസ്തുതകളാണെന്നുമുള്ള കാര്യമാണ്. ഇനിയും ഈ പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട, നോസിയിൽ നിന്ന് കണ്ടെടുത്തതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്, ദാസനെ മകനായി ദത്തെടുക്കുന്ന നിയമം നോസിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ളതാണ്. അതുപോലെ മച്ചിയായ ഭാര്യയ്ക്ക് വേണ്ടി പകരം മറ്റൊരു സ്ത്രീയെ കുടുംബം നിലനിർത്തുവാനും വേണ്ടി സ്വീകരിക്കുന്ന നിയമം, അതുപോലെ വിവാഹ രീതികൾ, അതിൻ്റെ വിവിധ നിയമങ്ങൾ നോസിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ കുടുംബ അവകാശത്തെക്കുറിച്ച് ഉള്ള നിയമങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ കുടുംബ മത സമ്പ്രദായം അല്ലെങ്കിൽ മാമൂൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നൂസി എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് കണ്ടെടുത്തിട്ടുള്ള കളിമൺ ഫലകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ ബൈബിൾ പഠനത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമ ആ പുസ്തകങ്ങളുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മളെ അറിയിക്കുന്ന മറ്റൊരു സ്ഥലമാണ് മാരി എന്ന് പറയുന്നത്. മാരി നഗരം അല്ലെങ്കിൽ സിറ്റി ഓഫ് മാരി. പുരാതന സെമിറ്റിക് സിറ്റി സ്റ്റേറ്റ് ആയിരുന്നു മാരി എന്ന് പറയുന്നത്. ആധുനിക സിറിയയിലെ ടെൽ ഹരീരി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പറയുന്ന പഴയ മാരി എന്ന് പറയുന്ന നഗരം എന്ന് ചരിത്ര ഗവേഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയർ യസ്രോസിന് 120 കിലോമീറ്റർ തെക്ക് കിഴക്കായി യൂഫ്രട്ടീസ് അഥവാ ഹിദ്ദേക്കൽ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത്, അബു കമാലിന് വടക്ക് പടിഞ്ഞാറായി 11 കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഒരു ടെൽ അല്ലെങ്കിൽ ചെറിയ കുന്നിൽ ആണ് ഈ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ടെൽ എന്ന് പറയുന്ന ആ പദം വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ ചെറിയൊരു കുന്ന്, അതിലാണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത്. BC 2900-നും 1759-നും ഇടയ്ക്ക്
ഒരു വ്യാപാര കേന്ദ്രമായും അതുപോലെ ഹിജിമോണിക് സ്റ്റേറ്റായും പരിലസിച്ച വളരെ പ്രാധാന്യമർഹിച്ചിരുന്ന ഒരു നഗരമായിരുന്നു ഈ പറയുന്ന മാരി നഗരം എന്ന് പറയുന്നത്. ഈ നഗരം ഉദ്ദേശം BC 2900 സ്ഥാപിതമായത് എന്നാണ് ചരിത്ര ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. BC 26-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മാരി നഗരം നശിപ്പിക്കപ്പെട്ടു ആദ്യമായിട്ട്. എന്ന് പറഞ്ഞാൽ 2900 അല്ലെങ്കിൽ 2900 സ്ഥാപിതമായ ഈ നഗരം 26-ാമത്തെ BC 26-ാം നൂറ്റാണ്ടിൽ അത് നശിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ BC 2500 മുമ്പ് തന്നെ ഇതിനെ പുനർനിർമ്മാണം ചെയ്ത് ഹിജിമോണിക് ഈസ്റ്റ് സെമിറ്റിക് സ്റ്റേറ്റിന്റെ തലസ്ഥാനമാക്കി മാറ്റി എന്നുള്ളതാണ് ചരിത്ര പഠനങ്ങൾ പറയുന്നത്. ഇനിയും 1923 മാരിയിൽ നടത്തിയ ഉത്ഖനനത്തിൽ 25,000 കളിമൺഫലകങ്ങളിൽ ക്ലേ ടാബ്ലറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. വളരെ സമൃദ്ധമായ ഒരു കണ്ടെത്തലാണിത്. 25,000 കളിമൺഫലകങ്ങളാണ് 1933 ഗവേഷണ ഫലമായിട്ട് കണ്ടെടുത്തിട്ടുള്ളത്. ഇവ ക്യൂണിഫോം ലിപികളിൽ, അല്ലെങ്കിൽ ക്യൂണിഫോം ലിപികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമ്പിന്റെ രൂപത്തിലുള്ള എഴുത്തുകൾ, ക്യൂണിഫോം ലിപികളിൽ അക്കേഡിയൻ ഭാഷയിൽ എഴുതുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പഴയ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഏറ്റവും ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത് അക്കേഡിയൻ ഭാഷയായിരുന്നു. അപ്പോൾ പുരാതന ഭാഷകൾ ആയിരുന്ന ഈ അക്കേഡിയൻ ഭാഷയിൽ ക്യൂണിഫോം ലിപികളിലാണ് ഈ 25,000 കളിമൺഫലകങ്ങൾ കണ്ടെത്തിയവയിൽ മിക്ക കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നത്. ഇവയിൽ 3000-ൽ കൂടുതൽ കളിമൺഫലകങ്ങൾ കത്തുകളും ഭരണ സാമ്പത്തിക നീതിന്യായ രേഖകളുമാണ്. കണ്ടെടുത്ത ഫലകങ്ങൾ എല്ലാം തന്നെ മാരി നഗരത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിയുടെ അവസാന 50 വർഷങ്ങളിൽ, അതായത് ഉദ്ദേശം BC 1800 മുതൽ 1750 വരെയുള്ള സമയത്ത് എഴുതിയവയാണ്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയവയാണെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങളെല്ലാം പല നഗരങ്ങളെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ കേൾവിക്കാർക്ക് അത്ര കേൾക്കുവാൻ സുഖമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. കാര്യം വർഷം പറയുന്നു, അതുപോലെ അവിടുത്തെ വസ്തുതകൾ പറയുമ്പോൾ വളരെ രസാവഹമായിട്ട് കേട്ടുപോകുവാൻ വേണ്ടി എളുപ്പമുള്ള കാര്യമല്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞു വെക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ കള്ളമല്ല. അതുപോലെ വിശുദ്ധ ബൈബിളിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇമേജറി ക്യാരക്ടറുകളല്ല. അതുപോലെ വിശുദ്ധ ബൈബിളിലെ സ്ഥലം എന്ന് പറയുന്നത് കെട്ടുകഥാ പ്രധാനമുള്ളതല്ല. വിശുദ്ധ ബൈബിളിന്റെ പ്രമേയവും കള്ളമല്ല. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വിശുദ്ധ ബൈബിൾ ദൈവവചനമാണെന്ന് ഉൾക്കൊള്ളുവാൻ എൻ്റെ കേൾവിക്കാരെ ഒരു പ്രാവശ്യം കൂടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിന് വിരാമം കുതിർന്നു. ഇതിന്റെ തുടർ ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ കണ്ടെത്തും. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.